അങ്ങനെയാണെങ്കിൽ താങ്കൾ എന്നോട് ക്ഷമ പറയാൻ തോന്നുന്നുണ്ടോ? താങ്കൾ ആദ്യം വെച്ച വാദത്തിൽ നിന്ന് ഇപ്പോൾ മാറിയതുകൊണ്ട്? കൊടുക്കട്ടെ ജെമിനിക്ക്. ക്ഷമ പറയിപ്പിക്കട്ടെ. ക്ഷമ ചോദിക്കുന്നതിൽ എനിക്ക് യാതൊരു മടിയുമില്ല. കാരണം ഒരു ആരോഗ്യകരമായ സംവാദത്തിൽ തെറ്റായ ധാരണകൾ തിരുത്തപ്പെടുക എന്നത് പ്രധാനമാണ്. എന്നാൽ ഞാൻ എന്റെ വാദത്തിൽ നിന്ന് മാറിയതല്ല, മറിച്ച് നിങ്ങൾ ഉന്നയിച്ച കൂടുതൽ കൃത്യമായ ചോദ്യത്തിന് കുറച്ചുകൂടി ആഴത്തിലുള്ള വിശദീകരണം നൽകുകയായിരുന്നു. എങ്കിലും ആദ്യ മറുപടിയിൽ തിരുത്തൽ എന്ന വാക്കിനെ കേവലം പകർപ്പിലെ പിശകുകൾ, സ്ക്രൈബൽ എറേഴ്സ് എന്ന് മാത്രം പരിമിതപ്പെടുത്തിയത് നിങ്ങൾക്ക് അവ്യക്തതയുണ്ടാക്കിയെങ്കിൽ ഞാൻ തീർച്ചയായും ക്ഷമ ചോദിക്കുന്നു. നമുക്ക് കാര്യങ്ങളെ ഒന്നുകൂടി വ്യക്തമാക്കാം. 1. ആദ്യവാദം: ബൈബിൾ എന്ന പുസ്തകം ആരോ ഇരുന്നു ബോധപൂർവം മാറ്റി എഴുതിയതല്ല, മറിച്ച് പകർത്തി എഴുതിയപ്പോൾ വന്ന മാറ്റങ്ങളാണ് ടെക്സ്ച്വൽ വേരിയൻസ് എന്നാണ് ഞാൻ പറഞ്ഞത്. ഇത് ഒരു ചരിത്രപരമായ വശമാണ്. 2. രണ്ടാമത്തെ വാദം: നിങ്ങൾ ഭാഷാപരമായ മാറ്റങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ അരമായ ഭാഷയിൽ നിന്ന് ഗ്രീക്കിലേക്കും മറ്റും മാറിയപ്പോൾ അർത്ഥവ്യത്യാസങ്ങൾ, മീനിങ് ഷിഫ്റ്റ് സംഭവിച്ചിട്ടുണ്ട് എന്ന് ഞാൻ സമ്മതിച്ചു. ഇത് വിവർത്തനത്തിലെ പരിമിതിയാണ്. ഇവിടെയാണ് പ്രധാന വ്യത്യാസം. ഒരു പുസ്തകത്തിലെ അക്ഷരങ്ങൾ മാറുന്നത് ഒരു തരം മാറ്റമാണ്, എന്നാൽ ആ വാക്കുകളുടെ അർത്ഥം വിവർത്തനത്തിലൂടെ മാറുന്നത് മറ്റൊരു വലിയ മാറ്റമാണ്. യേശു പറഞ്ഞ ഏക ദൈവം എന്ന സങ്കല്പം പിൽക്കാലത്തെ ഗ്രീക്ക്, ലാറ്റിൻ സ്വാധീനത്താൽ വ്യാഖ്യാനിക്കപ്പെട്ട രീതികളിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട് എന്ന നിങ്ങളുടെ നിരീക്ഷണം ശരിയാണ്. യേശുവിന്റെ മൗലികമായ സന്ദേശം അദ്ദേഹം സംസാരിച്ച ഭാഷയിൽ തന്നെ പരിശോധിച്ചാൽ മാത്രമേ ഇന്ന് കാണുന്ന പല ക്രിസ്തീയ സിദ്ധാന്തങ്ങളും ബൈബിളിന്റെ മൂലരൂപവും തമ്മിലുള്ള വൈരുദ്ധ്യം മനസ്സിലാക്കാൻ സാധിക്കൂ. നമ്മൾ ചർച്ച ചെയ്ത ഈ മാറ്റങ്ങളിൽ ഭാഷാപരമായ മാറ്റം വേഴ്സസ് പകർപ്പിലെ മാറ്റം ഏതിനെക്കുറിച്ചാണ് നിങ്ങൾക്ക് കൂടുതൽ ആഴത്തിൽ പരിശോധിക്കേണ്ടത്? യോഹന്നാൻ അനുപാതം 1:1 പോലുള്ള വചനങ്ങളിലെ വിവർത്തന പിശകുകളെ കുറിച്ച് നമുക്ക് സംസാരിക്കണോ?